നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. പണ്ടുകാലത്ത് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, ദേഹം മുഴുവൻ കരിയും പുകയുമാണ്. കുറേ വർഷം മുമ്പുള്ള കഥയാണ് പറയുന്നത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശരീരത്താകപ്പാടെ പുകയുടെ മണം ഒരു വല്ലാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് നല്ല വസ്ത്രം ഇട്ടൊന്നും ഒരിക്കലും യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതിനുശേഷം അത് കൽക്കരിയിൽ നിന്നും ഡീസലിലേക്ക് മാറി. അപ്പോൾ അല്പം കൂടി കുറവ് വന്നു, എന്നാലും പുകയ്ക്ക് കുറവില്ല, നല്ല പുകയുണ്ടാവും. വീണ്ടും ചേഞ്ച് വരികയാണ്, വൈദ്യുതിയിലേക്ക് മാറുന്നു. അപ്പോൾ അങ്ങനെയുള്ള മലിനീകരണം കുറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയൊരു നിലവാരത്തിലേക്ക് ഇന്ത്യൻ റെയിൽവേ മാറുകയാണ്. ഹൈഡ്രജൻ ട്രെയിൻ. നിങ്ങൾ അറിഞ്ഞു കാണും, ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിപ്ലവത്തിനാണ് ഈ ജൂലൈ മാസം 2026 നാം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഡീസലുമില്ല, മുകളിലൂടെ കടന്നു പോകുന്ന വൈദ്യുത ലൈനുകളുമില്ല. പുകയ്ക്ക് പകരം പുറത്തേക്ക് വരുന്നത് കുറച്ച് നല്ല വെള്ളമായിരിക്കും. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഓടിത്തുടങ്ങി. ഹരിയാനയിലെ ജിൻഡ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ട്രെയിൻ ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു സാധാരണക്കാരന് ഈ മാറ്റത്തെക്കുറിച്ച് മനസ്സിലാകുന്ന ലളിതമായ രീതിയിൽ ഈ അത്ഭുത ട്രെയിനിന്റെ എല്ലാ വിശേഷങ്ങളും നമുക്കൊന്ന് നോക്കാം. എന്താണ് ഹൈഡ്രജൻ ട്രെയിൻ? എങ്ങനെയാണ് ഈ ട്രെയിൻ പ്രവർത്തിക്കുന്നത്? വളരെ ലളിതമായി പറഞ്ഞാൽ, ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. ട്രെയിനിന്റെ കോച്ചുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രോട്ടോൺ എക്സ്ചേഞ്ച് മംബ്രെയിൻ എന്ന ഫ്യൂവൽ സെല്ലുകളിൽ വെച്ച് ഹൈഡ്രജനും അന്തരീക്ഷത്തിലെ ഓക്സിജനും തമ്മിൽ കൂടിച്ചേരുകയും അതുവഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ വൈദ്യുതി ഉപയോഗിച്ചാണ് ട്രെയിൻ മുന്നോട്ട് കുതിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? യാതൊരുവിധ പുകയോ കാർബൺ ഡയോക്സൈഡോ ഇതിൽ നിന്നും ഒരിക്കലും ഉണ്ടാകില്ല. പകരം കുറച്ച് നീരാവിയും ചൂടും മാത്രമാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി പുറത്തേക്ക് വരുന്നത്. പൂർണ്ണമായും 100% പരിസ്ഥിതി സൗഹൃദമായ ഇടപാട്. ഇനി ഈ ട്രെയിൻ എവിടെയാണ് സർവീസ് നടത്തുന്നതെന്നും ടിക്കറ്റ് നിരക്ക് എത്രയാണെന്നും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം കാണും. ഹരിയാനയിലെ ജിൻഡ് മുതൽ സോനിപത്ത് വരെയുള്ള 89 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പൈലറ്റ് പ്രൊജക്ട് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ദിവസവും 2 റൗണ്ട് ട്രിപ്പുകൾ നടത്തും. രാവിലെ 7:40 പുറപ്പെട്ട് 9:40 സോനിപത്തിൽ എത്തും. തിരികെ 10:40 സോനിപത്തിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് ജിൻഡലിലെത്തും. യാത്രാമധ്യേ 12 ഇടത്തരം സ്റ്റേഷനുകളിൽ ഇതിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുമുണ്ട്. സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഇതിന്റെ ടിക്കറ്റ് നിരക്കാണ്. അത്ഭുതപ്പെട്ടു പോകും. ഇത്രയും കോടികൾ ചെലവുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ ആണെങ്കിലും വെറും 5 രൂപ മുതൽ 25 രൂപ വരെ മാത്രമാണ് ഇതിന്റെ ടിക്കറ്റ് നിരക്ക്. ഇത് വളരെ ആശ്വാസകരമാണ്. അതായത് പല സ്റ്റേഷനുകളിലെയും പ്ലാറ്റ്ഫോം ടിക്കറ്റിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഈ ട്രെയിനിൽ നമുക്ക് ദീർഘദൂരം യാത്ര ചെയ്യാമെന്ന് സാരം. ലോകത്ത് തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് നടത്തുന്ന ഏറ്റവും വലിയ ഹൈഡ്രജൻ ട്രെയിനുകളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴുള്ളത്. വിദേശ രാജ്യങ്ങളിൽ 2 അല്ലെങ്കിൽ 4 കോച്ചുകൾ മാത്രമേ ഇത്തരം ട്രെയിനുകളിലുള്ളൂ. നമ്മുടെ ഇന്ത്യയുടെ ട്രെയിനിൽ 10 കോച്ചുകളും 2600ഓളം ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പരീക്ഷണ ഘട്ടത്തിൽ ഏതാണ്ട് 75 കിലോമീറ്റർ വേഗത്തിലാവും സർവീസ് നടത്തുക. ഹൈഡ്രജൻ വേഗത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള വാതകമല്ലേ, അപ്പോൾ സുരക്ഷയുടെ കാര്യമോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ടാവും. പേടിക്കേണ്ട, ലോകോത്തര നിലവാരത്തിലുള്ള ബഹുതല സുരക്ഷാ സംവിധാനങ്ങളാണ്, മൾട്ടി ലെയർ സേഫ്റ്റിയാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. ചെറിയൊരു ഹൈഡ്രജൻ ചോർച്ചയോ അമിതമായ ചൂടോ പുകയോ ഒക്കെ ഉണ്ടായാൽ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിയാനുള്ള അത്യാധുനിക സെൻസറുകൾ ട്രെയിനിലും കോച്ചിലും എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അസാധാരണമായി സംഭവിച്ചാൽ മനുഷ്യന്റെ ഇടപെടലില്ലാതെ തന്നെ വാതക വിതരണം വിച്ഛേദിക്കാനുള്ള ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് സംവിധാനവും ഇതിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ട്രെയിനിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈഡ്രജൻ പ്ലാന്റും ജിൻഡിൽ റെയിൽവേ സജ്ജീകരിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ പ്രമുഖ സുരക്ഷാ ഏജൻസികളാണ് ഇതിന്റെ സുരക്ഷാ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നത്. ഭാവിയിൽ എന്താണ് പദ്ധതി എന്നല്ലേ? ഈ പൈലറ്റ് പദ്ധതി പൂർണ്ണ വിജയമായാൽ അധികം വൈകാതെ തന്നെ നമ്മുടെ ഊട്ടി, അതായത് നീലഗിരി, ഡാർജിലിംഗ്, കൽക്കട്ട, ഷിംല തുടങ്ങിയ മനോഹരമായ പൈതൃക ടൂറിസ്റ്റ് പ്രദേശങ്ങളിലും പാതകളിലും ശബ്ദമോ പുകയോ ഇല്ലാത്ത ഈ ഹൈഡ്രജൻ ട്രെയിനുകൾ കൂകിപ്പായാൻ തുടങ്ങും. ഇതിനായി 35 പുതിയ ഹൈഡ്രജൻ ട്രെയിനുകളാണ് ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കാൻ ലക്ഷ്യമിടുന്നത്. അമേരിക്കയ്ക്കും ജപ്പാനും ചൈനയ്ക്കും ഒപ്പം സ്വന്തമായി ഹൈഡ്രജൻ ട്രെയിനുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും മാറുമ്പോൾ ഈ വമ്പൻ സാങ്കേതിക കുതിച്ചുചാട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കേരളത്തിലൂടെ ഈ ട്രെയിൻ എന്ന് തൊട്ടായിരിക്കും കൂകിപ്പായുന്നത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ദയവായി മറക്കാതിരിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.